ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ മറ്റൊരു ഡെയിലി ന്യൂസ് അനാലിസിസ് എന്ന് പറഞ്ഞൊരു സെഷനിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ നമ്മുടെ പ്രിലിംസ് പെർസ്പെക്റ്റീവിലും മെയിൻസ് പെർസ്പെക്റ്റീവിലും നമ്മൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിളുകൾ നമ്മൾ അനലൈസ് ചെയ്യും. സോ നമുക്ക് സമയം കളയാതെ തന്നെ ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾ ഇറ്റ്സ് പെർട്ടിക്കുലർലി റിലേറ്റഡ് ടു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മളുടെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ രാജീവ് ഗാന്ധി പല ചർച്ചകൾക്കും വഴിവെച്ച ഒരു കാര്യമാണ്. അതായത് മഹാരാഷ്ട്ര ഇലക്ഷനുമായിട്ട് സംബന്ധിച്ച് ചില വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട് റിലേറ്റഡ് ടു നമ്മളുടെ മഹാരാഷ്ട്ര ഇലക്ഷനിൽ വോട്ടേഴ്സിന്റെ എണ്ണം, അതായത് ഇലക്ട്രൽ വോട്ടർമാരുടെ എണ്ണം അവിടുത്തെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ് എന്നൊരു വാദം പറയുകയാണ്. പിന്നീട് 5 മണിക്ക് ശേഷമുള്ള ഒരു വോട്ടർ ടേൺ ഔട്ട് വളരെയധികം ഇൻക്രീസ് ചെയ്യുകയാണ്. സോ കാലാകാലങ്ങളായിട്ട് ഒപ്പോസിഷൻ പാർട്ടീസ്, പെർട്ടിക്കുലർലി കോൺഗ്രസ്, ഇലക്ഷന്റെ നടത്തിപ്പുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വാർത്താ മാധ്യമങ്ങളിൽ പറയാറുണ്ട്. റിലേറ്റഡ് ടു നമ്മുടെ വോട്ടിംഗ് മെഷീൻ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇലക്ഷൻ നടത്തിപ്പുമായിട്ട്, ബൂത്ത് റെഗിങ്ങുമായിട്ട് സംബന്ധിച്ച്. സോ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രചരണങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. സോ നമുക്ക് നോക്കേണ്ടത് എന്താണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ എന്താണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ? രാജ്യത്ത് ഇലക്ഷൻ നടത്തുവാനായിട്ട് ഒരു പ്രത്യേകമായിട്ട് നിയോഗിക്കപ്പെട്ട ഒരു ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. സോ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു ബോഡിയാണ്. എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 324, മറന്നു പോകരുത്. ആർട്ടിക്കിൾ 324 പ്രമാണിച്ചിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ചിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. സോ എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 25 ജാനുവരി 1950. 1950 ജാനുവരി 25-നാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആദ്യമായിട്ട് നിലവിൽ വന്നത്. മനസ്സിലായോ? സോ നമുക്ക് അറിയാം 1950 ജാനുവരി 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? പിറ്റേ ദിവസം റിപ്പബ്ലിക് ദിനമാണ്, ഫസ്റ്റ് റിപ്പബ്ലിക് ഡേ. സോ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് മുൻപ്, ഭരണഘടന നിലവിൽ വരുന്നതിന് മുൻപ് നിലവിൽ വന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. മനസ്സിലായോ? നമ്മൾ ഈ സംഖ്യ കേൾക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ചിന്ത പോകില്ല. സോ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് എന്നാണ്? റിപ്പബ്ലിക് ദിനത്തിന്റെ അന്നാണ്. വീണ്ടും ജനങ്ങളിലേക്ക് വരുന്നു. റിപ്പബ്ലിക് ദിനം വരുന്നതിന് മുൻപേ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി നിലവിൽ വരികയാണ്. മനസ്സിലായോ? 1950 ജനുവരി 25-ന്. സോ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ദെൻ ഇറ്റ് ഈസ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ ന്യൂഡൽഹി. സോ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇലക്ഷൻ കമ്മീഷനുള്ളത്? ഒന്ന്, നമുക്കറിയാം, ലോകസഭയുടെ ഇലക്ഷൻ നടത്തുക, രാജ്യസഭയുടെ ഇലക്ഷൻ നടത്തുക. രാജ്യസഭയെ കുറിച്ച് ചിലപ്പോൾ നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല. രാജ്യസഭയുടെ ഇലക്ഷനെ സംബന്ധിച്ച് സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ട് നടത്തുന്ന ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ് രാജ്യസഭയുടെ ഇലക്ഷൻ. തുടക്കത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ന്യൂ ആസ്പിറന്റിനെ സംബന്ധിച്ച് മനസ്സിലാക്കുക, ഒരു ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്. അതായത് നമ്മൾ വോട്ട് ചെയ്തിട്ടല്ല, നമ്മൾ ഡയറക്ട്ലി വോട്ട് ചെയ്തിട്ടല്ല രാജ്യസഭയിലെ ആളുകളെ നമ്മൾ രാജ്യസഭയിലേക്ക് അയക്കുന്നത്, MP-മാരെ രാജ്യസഭയിലേക്ക് അയക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ജോൺ ബ്രിട്ടാസ് MP ആയി രാജ്യസഭയിൽ ഇരിക്കുന്നത് നമ്മൾ ഡയറക്ട്ലി വോട്ട് ചെയ്തിട്ടല്ല, പകരം സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ട് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്നുള്ള ആളുകൾ പരസ്പരം വോട്ട് ചെയ്തിട്ടാണ് രാജ്യസഭയിലേക്കുള്ള ആളുകളെ നിയമിക്കുന്നത്. സോ ഇറ്റ്സ് ആൻ ഇൻഡയറക്റ്റ് ഇലക്ഷൻ. സോ രാജ്യസഭയുടെ ഇലക്ഷൻ നടത്തുക, ലോകസഭയുടെ ഇലക്ഷൻ നടത്തുക, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവിന്റെ ഇലക്ഷൻസ് നടത്തുക. ദെൻ ഇമ്പോർട്ടന്റ്, പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. പ്രസിഡന്റ് ഇലക്ഷനും വൈസ് പ്രസിഡന്റ് ഇലക്ഷനും നടത്താനായിട്ടുള്ള ചുമതലയും ആർക്ക് തന്നെയാണ്? നമ്മളുടെ ഇലക്ഷൻ കമ്മീഷന് തന്നെയാണ്. ഏതൊക്കെയാണ് ഇതിൽ ഇല്ലാത്തത്? മുനിസിപ്പാലിറ്റീസ് ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ ഡൗട്ട് വരാനായിട്ടുള്ള 2 കാര്യങ്ങൾ: ഒന്ന് രാജ്യസഭാ ഇലക്ഷനും, 2 പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് ഇലക്ഷനുമാണ്. മനസ്സിലായോ? ചിന്തിക്കുക. പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും വേറെ ഏതെങ്കിലും ബോഡി ഇലക്ഷൻ നടത്താൻ പറ്റുമോ? ഇല്ല. അതും നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്. ഞാൻ ആദ്യമേ പറഞ്ഞു, ആർട്ടിക്കിൾ 324 മുതലാണ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ഷനെ കുറിച്ച് പറയുന്നത്. അതിൽ ആർട്ടിക്കിൾ 324-ലാണ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് നിലവിൽ വന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. സോ 1989 വരെ, അതായത് 1990 വരെ ഇലക്ഷൻ കമ്മീഷൻ ഒരു സിംഗിൾ മെമ്പർ ബോഡി ആയിട്ടാണ് ആക്ട് ചെയ്തത്. അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമുള്ള ഒരു ബോഡി ആയിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്.
പിന്നീട് എന്ത് സംഭവിച്ചു? അതായത് 1990 ആയപ്പോഴേക്കും ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ട പ്രവർത്തികളുടെ എണ്ണം കൂടി. അതായത് ഒരുപാട് ടാസ്കുകൾ വരാനായിട്ട് തുടങ്ങി. ഒരുപാട് ബർഡൻ ഇലക്ഷൻ കമ്മീഷനിലേക്ക് വന്നു. സോ 1990 മുതൽ എന്ത് ചെയ്തു? അതിനെ ഒരു മൾട്ടി മെമ്പർ ബോഡി ആക്കി മാറ്റി. മനസ്സിലായോ? മൾട്ടി മെമ്പർ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം മെമ്പർമാരുള്ള, ആദ്യം ഒരു 3 മെമ്പേഴ്സ്. സോ അവിടെ ഒരു മൾട്ടി മെമ്പർ സിസ്റ്റം നിലവിൽ വന്നു. പിന്നീട് അങ്ങോട്ട് അത് തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് ഒരിക്കൽ മാത്രമാണ് ഒരു സിംഗിൾ ബോഡി ആയിട്ട് ആക്ട് ചെയ്തതെങ്കിലും പിന്നീട് തുടർന്ന് 2000-ന് ശേഷം ഒരു ഫുൾ ടൈം ആയിട്ട് ഒരു മൾട്ടി മെമ്പർ ബോഡി ആയിട്ട് അത് മാറി. ഓക്കെ, സോ മൾട്ടി മെമ്പർ ബോഡി ആകുമ്പോൾ അവിടെ എക്സാമ്പിൾ 3 പേരുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 സാധാരണ ഇലക്ഷൻ കമ്മീഷണേഴ്സും അതിന് തലപ്പത്ത് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും വന്നു. മനസ്സിലായോ? അങ്ങനെ ഒരു 3 മെമ്പർ ബോഡി ആയിട്ട് മാറി. ഓക്കെ, സോ എങ്ങനെയാണ് ഈ ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് കുറച്ച് നാൾ മുമ്പ് വളരെ വാർത്തയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാര്യമാണ്. ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഒരു സെർച്ച് കമ്മിറ്റിയാണ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. സെർച്ച് കമ്മിറ്റി അല്ല, ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. മാറിപ്പോകരുത്. സെർച്ച് കമ്മിറ്റി റെക്കമെൻഡേഷൻ കൊടുക്കും. ആർക്ക്? പ്രസിഡന്റിന് റെക്കമെൻഡേഷൻ കൊടുത്തിട്ട് പ്രസിഡന്റ് ആണ് ഈ ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയി കഴിഞ്ഞാലും സബോർഡിനേറ്റ് ആയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ആരാണ് നിയമിക്കുന്നത്? പ്രസിഡന്റ് ആണ്. സോ അങ്ങനെ ഒരു ചോദ്യം വരാം, കുഴപ്പിക്കാൻ നിങ്ങളെ വേണമെങ്കിൽ. ഇലക്ഷൻ കമ്മീഷണേഴ്സ്, സെർച്ച് കമ്മിറ്റി മെയ്ഡ് ബൈ ദ പാർലമെന്റ്, സെർച്ച് കമ്മിറ്റി മെയ്ഡ് ബൈ ദ ആക്ട്, ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഓഫ് ഇന്ത്യ ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാം. തെറ്റിക്കരുത്, പ്രസിഡന്റ് ആണ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയി കഴിഞ്ഞാലും സബോർഡിനേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ആയി കഴിഞ്ഞാലും ആരാണ്? പ്രസിഡന്റ് ആണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. അവരുടെ ടെന്യുവർ എങ്ങനെയാണ്? എത്ര കാലം വരെ അവർക്ക് സെർവ് ചെയ്യാം? ഒന്നില്ലെങ്കിൽ 65 വയസ്സാകുന്നത് വരെ, അല്ലെങ്കിൽ 6 വർഷം. ഏതാണോ ആദ്യം എത്തുന്നത് അപ്പൊ നിർത്തിക്കൊള്ളാം. മാക്സിമം 6 വർഷം, അല്ലെങ്കിൽ 65 വയസ്സാകുന്നത് വരെയാണ് ഇവരുടെ ഒരു കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഇവർ റിസൈൻ ചെയ്യുന്നത്? ഇവർ ആർക്കായിരിക്കും റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നത്? അപ്പോയിന്റ്മെന്റ് ചെയ്തത് ആരാണ്? പ്രസിഡന്റ് ആണ്. അപ്പോൾ പ്രസിഡന്റിന് തന്നെയാണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നത്. എപ്പോ വേണമെങ്കിലും റെസിഗ്നേഷൻ ചെയ്യാമോ? എപ്പോ വേണമെങ്കിലും റെസിഗ്നേഷൻ ചെയ്യാം. പക്ഷേ ഇലക്ഷൻ കമ്മീഷണറെ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലും തെറ്റ് കാണിച്ചു, ഇലക്ഷൻ കമ്മീഷൻ ഒരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റി കാണിച്ചു, സോ ഇലക്ഷൻ കമ്മീഷണറെ നമ്മൾ റിമൂവ് ചെയ്യണം. വെറുതെ പ്രസിഡന്റ് വരികയാണ് നാളെ തുടങ്ങി വരേണ്ട ഇലക്ഷൻ കമ്മീഷണറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇലക്ഷൻ കമ്മീഷണർ വരാതിരിക്കും? ഇല്ല. ഇലക്ഷൻ കമ്മീഷണറുടെ പോസ്റ്റിന് ഒരു സെക്യൂരിറ്റി ഓഫ് ടെനർ ഉണ്ട്. എന്തുണ്ട്? സെക്യൂരിറ്റി ഓഫ് ടെനർ. സെക്യൂരിറ്റി ഓഫ് ടെനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെറുതെ പിടിച്ച് അങ്ങനെ പുറത്ത് കളയാനായിട്ട് പറ്റത്തില്ല. ഒരു പാർലമെന്റ് പ്രൊസീജിയർ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്ത് മാത്രമേ ഇലക്ഷൻ കമ്മീഷണറെ റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. എങ്ങനെയാണ് ആ പ്രൊസീജിയർ വരുന്നത്? ഇറ്റ് ഈസ് സിമിലർ ടു സുപ്രീം കോടതി ജഡ്ജ് ഓർ ഹൈക്കോടതി ജഡ്ജ്. സിമിലർ ടു സുപ്രീം കോടതി ജഡ്ജിയെ എങ്ങനെ പുറത്താക്കുമോ അതുപോലെ തന്നെ ആയിരിക്കും നമ്മളുടെ ഇലക്ഷൻ കമ്മീഷണറെയും പുറത്താക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജി എങ്ങനെയാണ്? ഒരു സ്പെഷ്യൽ പാർലമെന്റ് സെഷനിലൂടെ ഒരു സ്പെഷ്യൽ മെജോറിറ്റി പാസ്സാക്കിയാൽ മാത്രമാണ് ആരെ പുറത്താക്കുന്നത്? ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയെ പുറത്താക്കുന്നത്. ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കും. അങ്ങനെ ഡിഫറെന്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. സോ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷണറെ പുറത്താക്കുന്നത് എങ്ങനെയാണ്? ആസ് റിലേറ്റഡ് ടു ദ സുപ്രീം കോടതി ജഡ്ജ്. ഒരു സുപ്രീം കോടതി ജഡ്ജിനെ എങ്ങനെ പുറത്താക്കുമോ അതുപോലെ തന്നെയാണ്. സോ എന്തുണ്ട്? സെക്യൂരിറ്റി ഓഫ് ടെനർ ഉണ്ട്. അതാണ് ഇമ്പോർട്ടന്റ്. ഫിക്സഡ് ടെനർ ഉണ്ട്, സെക്യൂരിറ്റി ഓഫ് ടെനർ ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. സെക്യൂരിറ്റി ഓഫ് ടെനർ ഇല്ലാത്ത ഒരാളെ കുറിച്ച് മനസ്സിൽ വിചാരിച്ചേ. ആരാണ്? ഗവർണർ. ഇപ്പൊ ഗവർണറിന് 5 വർഷമാണ് ഗവർണറുടെ കാലാവധി. എന്നാൽ ഗവർണറിന് സെക്യൂരിറ്റി ഓഫ് ടെനർ ഉണ്ടോ? ഇല്ല. കാരണം എന്താണ്? അത് പ്രസിഡന്റിന്റെ ഒരു പോസ്റ്റിംഗ് ആണ്. പ്രസിഡന്റ് ഗവർണറോട് പറയാണ്, നമ്മളുടെ ഇപ്പോഴത്തെ കേരള ഗവർണർ ആയിട്ടുള്ള ആർലേക്കറിനോട് പറയാണ്, നാളെ മുതൽ താങ്കൾ അവിടെ ഇരിക്കണ്ട, കേരള ഗവർണർ ആയിരിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരള ഗവർണർ പെട്ടിയും തൂക്കി തിരിച്ചു പോകേണ്ടി വരും. മനസ്സിലായോ? സോ അവിടെ സെക്യൂരിറ്റി ഓഫ് ടെനർ ഇല്ല. പകരം സെക്യൂരിറ്റി ഓഫ് ടെനർ ഉള്ള ഒരാളാരാണ്? സുപ്രീം കോടതി ജഡ്ജ് ഉണ്ട്, ഇലക്ഷൻ കമ്മീഷണർ ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് സെക്യൂരിറ്റി ഓഫ് ടെനർ ഉള്ള ആളുകളുണ്ട്. മനസ്സിലായോ? സെക്യൂരിറ്റി ഓഫ് ടെനറും ഫിക്സഡ് ടെനറും വ്യത്യാസമുണ്ട്. അത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ദെൻ റിമൂവൽ പ്രൊസീജിയറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. റിമൂവൽ എങ്ങനെയാണ്? സിമിലർ ടു സുപ്രീം കോടതി ജഡ്ജിയാണ്. പിന്നെ എന്തൊക്കെ ലിമിറ്റേഷൻസുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ചലഞ്ചസുകളാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ
ബോഡി ആയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനുള്ളത്. അതായത് ക്വാളിഫിക്കേഷൻ സ്പെസിഫൈഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല, ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾ വരണമെന്ന് പറഞ്ഞിട്ടില്ല. പകരം എന്താണ് പറഞ്ഞിരിക്കുന്നത്, 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്നൊരു ക്ലോസ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഉള്ള ഒരു പ്രശ്നം എന്താണ്, പോസ്റ്റ് റിട്ടയർമെന്റ് അപ്പോയിന്റ്മെന്റ്സ് ആണ്. പോസ്റ്റ് റിട്ടയർമെന്റ് അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 65 വയസ്സ് പൂർത്തിയാക്കി കഴിഞ്ഞ ഒരു ഇലക്ഷൻ കമ്മീഷണർ റിട്ടയർ ആവുകയാണ്. അയാൾക്ക് വേണമെങ്കിൽ, അദ്ദേഹത്തിന് വേണമെങ്കിൽ പൊളിറ്റിക്കൽ പോസ്റ്റിങ്ങുകൾ നൽകാം. അതായത് എന്തെങ്കിലും ഒരു കോർപ്പറേഷന്റെ ഹെഡാക്കി മാറ്റാം. മനസ്സിലായോ? ചിലപ്പോൾ KCBയുടെ ഹെഡ്, KCBയുടെ അല്ല, ഒരു ഇന്ത്യൻ റെയിൽവേയിലെ ചിലപ്പോൾ ഒരു സജഷൻ പോസ്റ്റ് ആയിട്ട് വെക്കാം. ചിലപ്പോൾ ഡൽഹി മെട്രോ റെയിൽ പ്രോജക്ടിന്റെ ഒരു സജഷൻ പോസ്റ്റ് ആക്കി വെക്കാം. മനസ്സിലായോ? അങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റുകൾ, അതായത് ഗവൺമെന്റിന്റെ പണം വാങ്ങി ഗവൺമെന്റിന്റെ ചെലവ് വാങ്ങുന്ന അപ്പോയിന്റ്മെന്റുകൾ വേണമെങ്കിൽ നടത്താം. അപ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പൊ ഒരു ഇലക്ഷൻ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് നടത്തേണ്ട ഒരു ഇലക്ഷൻ ആണ് അല്ലെ? സോ അങ്ങനെയുള്ള ഒരു ഇലക്ഷനിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ഗെയിൻ കിട്ടും എന്നൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് നമ്മളുടെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനെ ബാധിക്കും. മനസ്സിലായോ? സോ പോസ്റ്റ് റിട്ടയർമെന്റിന് ശേഷമുള്ള പോസ്റ്റ് റിട്ടയർമെന്റ് അപ്പോയിന്റ്മെന്റുകൾ ഗവർണർ ആർക്കുണ്ട്? ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉണ്ട്. ഇലക്ഷൻ കമ്മീഷണറുകൾക്ക് അങ്ങനെ ഒരു ബാൻ ഒന്നും കൊടുത്തിട്ടില്ല, അവർക്ക് വേണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കാം. മനസ്സിലായോ? സോ അത് ഒരു ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ കണ്ടന്റിനെ ചിലപ്പോൾ ബാധിച്ചേക്കാം. പിന്നീട് ഒരു കാര്യമുണ്ട്. പിന്നീട് എന്താണ് ഒരു കാര്യം? പിന്നീട് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്റെ എക്സ്പെൻസുകൾ ചാർജ്ഡ് എക്സ്പെൻസുകളല്ല. വിച്ച് മീൻസ് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് നമ്മളുടെ എക്സ്പെൻസുകൾ പോകുന്നത്. അതായത് ബഡ്ജറ്റ് അലോക്കേഷൻ ചെയ്യുമ്പോൾ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് നമ്മളുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിനുമുള്ള അലോക്കേഷൻസുകൾ പോകുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബഡ്ജറ്റ് ഒരു സ്ഥലത്ത് നിന്ന് അലോക്കേറ്റ് ചെയ്തോളൂ. സോ ചാർജ്ഡ് എക്സ്പെൻസ് ആണെങ്കിൽ എന്താണ്? ചാർജ്ഡ് എക്സ്പെൻസ് ആണെങ്കിൽ പാർലമെന്റിന് അത് ലിമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ സുപ്രീം കോടതിയുടെ ചെലവുകൾക്ക് വേണ്ടിയിട്ടുള്ള പൈസ നമ്മളുടെ പാർലമെന്റ് ബഡ്ജറ്റിൽ നീക്കിയിരുത്തുമ്പോൾ അതൊരു ചാർജ്ഡ് എക്സ്പെൻസ് ആണ്. ചാർജ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂട്ടാനോ കുറയ്ക്കുവാനായിട്ടോ ആർക്കും സാധിക്കില്ല. കൂട്ടാൻ സാധിക്കും, കുറയ്ക്കുവാനായിട്ടുള്ള ഒരു ലിമിറ്റേഷൻ പാർലമെന്റിനുണ്ട്. മനസ്സിലായോ? സോ അതിനെയാണ് ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും കാര്യങ്ങളും ഒന്നും പാർലമെന്റിൽ നടക്കില്ല. പക്ഷേ അങ്ങനെ ഒരു ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ ആരുടെ കാര്യത്തിലില്ല? ഇലക്ഷൻ കമ്മീഷന്റെ കാര്യത്തിലില്ല. സോ ഇലക്ഷൻ കമ്മീഷൻ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ആക്ട് ചെയ്യേണ്ട ഒരു ബോഡിയാണ്. മനസ്സിലായോ? നാളെ ഇപ്പൊ നമ്മളുടെ ഒരു ഗവൺമെന്റിന് തോന്നുകയാണ് ഇലക്ഷൻ കമ്മീഷന് ഇത്ര പൈസയൊന്നും കൊടുക്കണ്ട, അങ്ങനെ തോന്നുകയാണെങ്കിൽ ബഡ്ജറ്റിൽ നമ്മളുടെ ഇലക്ഷൻ കമ്മീഷന് അലോക്കേറ്റ് ചെയ്യുന്ന ഫണ്ട് റെഡ്യൂസ് ചെയ്യാം. സോ ഇലക്ഷൻ കമ്മീഷന്റെ ബഡ്ജറ്റ് ഒരു ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ ആയിട്ട് മാറുന്നില്ല. അത് ഒരു വലിയ ഇമ്പാക്റ്റ് ആണ്. മനസ്സിലായോ? അതൊരു ഇമ്പാക്ട് ചലഞ്ച് ആണ്. മനസ്സിലായോ? സോ അത് ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ? നമ്മളുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഇൻഡിപെൻഡൻസ് അഷ്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? സോ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. എന്താണ് ഇലക്ഷൻ കമ്മീഷൻ, എപ്പോഴാണ് ഫോം ചെയ്തത്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്, ആരാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. സോ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു സെൻസസ്. സോ നമ്മൾ കഴിഞ്ഞ വീക്കിൽ സെൻസസ് എന്താണ്, സെൻസസ് റിലേറ്റഡ് ആയിട്ട് ഡീലിമിറ്റേഷൻ കമ്മീഷൻ എങ്ങനെയാണ്, അതിന്റെയൊക്കെ പ്രിലിംസ് പെർസ്പെക്റ്റീവിലുള്ള ഒരു അനാലിസിസ് ഡീറ്റെയിൽ ആയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ പത്രത്തിൽ സെൻസസിനെ കുറിച്ച് വാർത്തയുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച, എനിക്ക് തോന്നുന്നു ചൊവ്വാഴ്ച, കഴിഞ്ഞ ട്യൂസ്ഡേ ആയിരുന്നു, സെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ ഡിസ്കഷന് വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ് ഡിസ്കഷൻ നമ്മൾ ഉണ്ടായിരുന്നു. സോ നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ ഒന്ന് ചുരുക്കുകയാണ്. സെൻസസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് കാണാത്തവരെ ഞാൻ മുകളിൽ ലിങ്ക് കൊടുത്തേക്കാം. ആ ക്ലാസ്സും കൂടി കണ്ടതിന് ശേഷം ഈ ഡിസ്കഷൻ കാണുക. സോ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന പോലെ സെൻസസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അതിന്റെ പ്രശ്നങ്ങൾ ഒന്നും കൂടി അവതരിപ്പിക്കുകയാണ് ദ സെൻസസ് ആൻഡ് ദ റീമേക്കിംഗ് ഓഫ് എ പീപ്പിൾ എന്ന് പറയുന്ന ഓപ്പൺ എഡിറ്റോറിയലിൽ. മനസ്സിലായോ? സോ ഇവിടെ എന്താ പറയുന്നത്? സെൻസസ് ഒരു സിമ്പിൾ എന്യൂമറേഷൻ പ്രോസസ്സ് മാത്രമല്ല, അതായത് ആളുകളുടെ എണ്ണം എടുക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമല്ല. ഇറ്റ്സ് എ ഡെമോഗ്രഫിക് റെക്കോർഡിംഗ്. മനസ്സിലായോ? കൃത്യമായിട്ടുള്ള ഒരു ഡെമോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് ഡെമോഗ്രഫി എന്ന് പറയുന്നത്. സോ ഡെമോഗ്രഫിയുടെ ഒരു റെക്കോർഡിംഗ് ആണ്. ഐഡന്റിറ്റി ഫോർമേഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ എന്താണ്, പോളിസി മേക്കിങ്ങിന്, പോളിസി ഡെവല്യൂഷന് സാധ്യമാകുന്ന ഒരു ബേസിസ് ഡാറ്റയാണ് ഈ സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എന്താ പറഞ്ഞേ? ഡീലിമിറ്റേഷൻ ആണ് നമ്മൾ അവിടെ എടുത്തു പറഞ്ഞേ. ഇവിടെയും ഡീലിമിറ്റേഷൻ ആണ്.
ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. സോ ഡീലിമിറ്റേഷൻ എങ്ങനെ നടത്തണം എന്നുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ 2026 എന്താ സംഭവിക്കാൻ പോണേ? 2026-27 കാലഘട്ടങ്ങളിൽ സെൻസസ് നടക്കും. സോ അതിനുശേഷം എന്ത് സംഭവിക്കും? ഡീലിമിറ്റേഷൻ സംഭവിക്കും. ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മളുടെ പോപ്പുലേഷൻ അനുസരിച്ച് നമ്മളുടെ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസീസിനെ റീഅറേഞ്ച് ചെയ്യുക. അതായത് പോപ്പുലേഷൻ എന്താണ്? പോപ്പുലേഷനും പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസീസും ഓരോ സ്റ്റേറ്റിലും ഈക്വൽ ആയിരിക്കണം. അതായത് റേഷ്യോ ഈക്വൽ ആയിരിക്കണമെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രതിപാദിച്ചിട്ടുണ്ട്. സോ അതിനനുസരിച്ച് നമ്മളുടെ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസീസിനെ റീഅറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഡീലിമിറ്റേഷന്റെ ഉദ്ദേശം. മനസ്സിലായോ? സോ ഒരു ഡീലിമിറ്റേഷൻ കഴിയുമ്പോൾ ചിലപ്പോൾ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസീസിന്റെ എണ്ണം കൂടാം. ഇപ്പോ കേരളത്തിൽ 20 പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട്. ചിലപ്പോൾ റീലിമിറ്റേഷൻ കഴിയുമ്പോൾ എണ്ണം കൂടാം, കുറയാം, അതിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എണ്ണം കൂടുന്നതിനെയും കുറയുന്നതിനെയും നിർവഹിക്കുന്നത് ആരാണ്? ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ക്ലാസ് കാണുക. സോ നമ്മളിവിടെ മെയിൻസ് പെർസ്പെക്റ്റീവിലാണ് ഇതിനൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പോകുന്നത്. സോ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും എയറിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്താണ്? സദേൺ സ്റ്റേറ്റുകൾക്ക് പല പ്രശ്നങ്ങളുണ്ട്. എന്താണ്? ഹൈ പോപ്പുലേഷൻ ഗ്രോത്ത് സ്റ്റേറ്റ്സിന് കൂടുതൽ നമ്പർ ഓഫ് ആളുകളെ കിട്ടും, MPs കിട്ടും. എക്സാമ്പിൾ UP. കേരളത്തെ സംബന്ധിച്ച് എന്താ പ്രശ്നം? കേരള തുടക്കം മുതൽ നമ്മളുടെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പോ നമ്മളുടെ എന്ത് കൺട്രോളായി? പോപ്പുലേഷൻ കൺട്രോളായി. സോ അതിന്റെ ഒരു ഇമ്പാക്ട് എന്ത് പറ്റും? നമ്മളുടെ പോപ്പുലേഷനനുസരിച്ച് റേഷ്യോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ MPമാരുടെ എണ്ണം കുറയാം. പോപ്പുലേഷൻ ആണ് ബേസിസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ നമ്മളുടെ പാർലമെന്റിലേക്കുള്ള MPമാരുടെ എണ്ണം 20-ൽ നിന്ന് 12 വരെ ആകാം. മനസ്സിലായോ? അപ്പൊ എന്താ പ്രശ്നം? നമ്മളുടെ റെപ്രസെന്റേഷൻ കുറയുകയാണ്. ഇതാണ് സദേൺ സ്റ്റേറ്റുകളുടെ കൺസേൺ ആയിട്ട് വരുന്നത്. എന്തില്? ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ. സോ ആ ഒരു കാര്യം കൂടി ഇവിടെ ഊന്നി പറയുകയാണ് ഈ ആർട്ടിക്കിളിലൂടെ. സോ നമ്മളുടെ എഡിറ്റോറിയൽ പാർട്ടിലെ മറ്റൊരു ആർട്ടിക്കിളും ഞാനിവിടെ ഡിസ്കഷന് വിധേയമാക്കുകയാണ്. ഇറ്റ് ഈസ് ഒരു ഡാറ്റ അനലിറ്റിക്സ് ആയിട്ട് ഒരു 6th പേജിൽ ഉണ്ടായിരുന്ന ഒരു ആർട്ടിക്കിളാണ്. ആ ആർട്ടിക്കിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഈ പോപ്പുലേഷന്റെ ബേസിസിലല്ല നമ്മൾ എന്ത് കൊടുക്കേണ്ടത്. നമ്മൾ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസീസിനെ റീഅറേഞ്ച് ചെയ്യേണ്ടത്. അതായത് ഡീലിമിറ്റേഷൻ നടത്തേണ്ടത് എന്തിന്റെ ബേസിസിലാണ്? പോപ്പുലേഷൻ ബേസിസിന്റെ പേരിലല്ല. പകരം ഇലക്ട്രൽ എണ്ണം, അതായത് ഒരു കോൺസ്റ്റിറ്റ്യുവൻസീസ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലുള്ള ഇലക്ട്രൽ ആയിട്ടുള്ള ആളുകളുടെ എണ്ണം, അതായത് വോട്ട് ചെയ്യാൻ അവകാശമുള്ള ആളുകളുടെ എണ്ണത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസീസിനെ റീഅറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതെന്താണ്? ഇലക്ടറൽമാരുടെ എണ്ണം, വോട്ടർമാരുടെ എണ്ണവും പോപ്പുലേഷനും തമ്മിൽ എന്താ വ്യത്യാസം? പോപ്പുലേഷനിൽ ഉള്ള എല്ലാവരും വോട്ട് ചെയ്യുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. മനസ്സിലായോ? പോപ്പുലേഷനിലുള്ള എല്ലാവരും വോട്ട് ചെയ്യുന്നില്ല. സോ വോട്ടേഴ്സിന്റെ എണ്ണം പോപ്പുലേഷന്റെ ഒരു സബ്സെറ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. മനസ്സിലായോ? കാരണം എന്താണ്? മൈഗ്രേഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. അതായത് ഇന്റർ സ്റ്റേറ്റ് മൈഗ്രേഷനുകൾ സംഭവിക്കുന്നുണ്ട്, ഇൻട്രാ സ്റ്റേറ്റ് മൈഗ്രേഷനുകൾ സംഭവിക്കുന്നുണ്ട്. സോ ഒരു വോട്ടർ ആവാനായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണ്? 6 മാസം നിങ്ങൾ ആ സ്ഥലത്ത് താമസിച്ചിരിക്കണം. നിങ്ങൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ നിങ്ങൾ 6 മാസത്തിലധികമോ ഒരു സ്ഥലത്ത് സ്ഥിര താമസമാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലത്തെ വോട്ടർ ആകാം. മനസ്സിലായോ? സോ ഞാൻ തൃശ്ശൂരിലുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. സോ ഞാൻ വർക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്താണെങ്കിൽ എന്താണ്? ഞാൻ 6 മാസത്തിലധികം ട്രിവാൻഡ്രത്ത് താമസിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഇന്ത്യൻ സിറ്റിസൺ ആണ്, എനിക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഒരാളാണ്, ഞാൻ സ്ഥിരതാമസം തിരുവനന്തപുരത്ത് ആക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? എൻ്റെ വോട്ടിംഗ് റൈറ്റ് ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഞാൻ ട്രിവാൻഡ്രം കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഒരു വോട്ടറായിട്ട് മാറും. മനസ്സിലായോ? ശശി തരൂരിനായിരിക്കും ഞാൻ വോട്ട് ചെയ്യേണ്ടി വരിക. ആർക്കല്ല? നമ്മളുടെ സുരേഷ് ഗോപിക്കാവില്ല. മനസ്സിലായോ? തൃശ്ശൂരിൽ നിന്ന് മാറി ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോയി. അപ്പോൾ എൻ്റെ വോട്ടർ കോൺസ്റ്റിറ്റ്യുവൻസി ചേഞ്ച് ചെയ്തു. സോ അവിടെ എന്താണ്? പക്ഷേ എനിക്ക് 2 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക, 3 മക്കളുണ്ടെന്ന് വിചാരിക്കുക. സോ ഇവരെയും ഞാൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. സോ പോപ്പുലേഷൻ മാറുന്നുണ്ടോ കേരളത്തിന്റെ? ഇല്ല. പകരം വോട്ടേഴ്സിന്റെ ഇത് മാറി. മനസ്സിലായോ? സോ കേരളത്തിന്റെ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ കേരളത്തിന്റെ പോപ്പുലേഷനിൽ ഒരു ചേഞ്ചും വന്നിട്ടില്ല. പക്ഷേ കോൺസ്റ്റിറ്റ്യുവൻസി സ്പെസിഫിക് ആയിട്ടുള്ള വോട്ടേഴ്സ് റേഷ്യോ അവിടെ ചേഞ്ച് ചെയ്തു.
മൈഗ്രേഷനുകൾ വരുമ്പോൾ വോട്ടർ സ്പെസിഫിക് ചേഞ്ച് ചെയ്തു. സോ പോപ്പുലേഷനെക്കാളും നല്ല ഒരു കണക്ക് എന്ന് പറയുന്നത് ഈ വോട്ടേഴ്സിന്റെ റേഷ്യോയാണ്. വോട്ടേഴ്സ്, എലിജിബിൾ വോട്ടേഴ്സിന്റെ റേഷ്യോ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസീസ് ഡീലിമിറ്റേഷൻസിലൂടെ റീഅറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ സെക്കൻഡ് ആർട്ടിക്കിളിൽ അദ്ദേഹം പറയുന്നത്. മനസ്സിലായോ? സോ അതൊരു പേഴ്സണൽ വ്യൂ ആണ്, ഓദറിന്റെ ഒരു പേഴ്സണൽ വ്യൂ ആണ്. പക്ഷേ അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു സജഷൻ ആയിട്ട് മുന്നോട്ട് വെച്ചൂടെ? നമ്മൾ മെയിൻസ് ആൻസർ റൈറ്റിങ്ങുകൾ ചെയ്യുമ്പോൾ അതിനെ ഒരു സജഷൻ ആയിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തൂടെ? മനസ്സിലായോ? സോ ഡാറ്റ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയണം. സോ ഇപ്പോൾ ഉള്ള പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസീസിന്റെ എണ്ണം എത്രയാണ്? 543 ഇതിൽ നിന്ന് 800 ആകുമ്പോൾ സാധാരണയായിട്ട് കേരളത്തിനെയും ഉത്തർപ്രദേശിനെയും നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഉത്തർപ്രദേശില് പോപ്പുലേഷൻ ബേസിസിലാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? 80 നിന്ന് 90 ഉയരും എന്ത്? പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസീസിന്റെ എണ്ണം. കാരണം അവിടെ പോപ്പുലേഷൻ കൂടുതലാണ്. കേരളത്തിലാണെങ്കിൽ പോപ്പുലേഷൻ കുറച്ചു, നമ്മൾ ഡിഫറെന്റ് പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സ് യൂസ് ചെയ്തിട്ട് പോപ്പുലേഷൻ കുറച്ചു. അപ്പോൾ നമ്മളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ കറന്റ് കോൺസ്റ്റിറ്റ്യുവൻസി റേഷ്യോ എത്രയാണ്? 20 ആണ്. 20 കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ് നമുക്കുള്ളത്. സോ 20യിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് ഒരു പോപ്പുലേഷൻ ബേസിസിലാണ് എടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അത് 12 ആയിട്ട് കുറയും. 8 കോൺസ്റ്റിറ്റ്യുവൻസീസ് നമ്മൾ കുറയും. സോ നമ്മുടെ റെപ്രസെന്റേഷൻ അവിടെ കാര്യമായിട്ട് ബാധിക്കും. അതെല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഡാറ്റ വെച്ചിട്ട് ഒരു ചാർട്ട് കാണിച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? സോ അത് ഓർക്കുക. എന്നാൽ നമ്മൾ ഈ വോട്ടേഴ്സ് സ്പെസിഫിക്കിലാണ് നമ്മളുടെ എന്തെടുക്കുന്നത്, വോട്ടേഴ്സ് സ്പെസിഫിക്കിലാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യുവൻസീസിനെ റീഅറേഞ്ച് ചെയ്യുന്നത് എങ്കിൽ എന്ത് സംഭവിക്കും? ഈ 20 എന്നുള്ളത് 22 ഇൻക്രീസ് ചെയ്യും, അപ്രോക്സിമേറ്റ്ലി 23 ഇൻക്രീസ് ചെയ്യും. സോ യു പിയുടെ കേസസിലാണെങ്കിൽ ഇത് സംഭവിക്കും. യു പിക്കും അതിനനുസരിച്ച് ഇൻക്രീസിങ് ഉണ്ടാവും. 91 എന്നുള്ളത് യു പിയെ സംബന്ധിച്ചിടത്തോളം 126 എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. സോ ഒരു 120 നമുക്ക് കണക്കാക്കിയാൽ 120 എന്ന് പറയുന്ന ഒരു കണക്കിലേക്ക് ഇൻക്രീസ് ചെയ്യാം. സോ കേരളത്തിനും അല്ലെങ്കിൽ സദേൺ സ്റ്റേറ്റ് പോലെയുള്ള സ്റ്റേറ്റുകൾക്കും നഷ്ടമില്ല. ആർക്കും നഷ്ടമില്ല. യു പി പോലെയുള്ള വലിയ വലിയ സ്റ്റേറ്റുകൾക്കും പോപ്പുലേഷന്റെ ബേസിസിൽ റീഅറേഞ്ച് ചെയ്യപ്പെടേണ്ട സ്റ്റേറ്റുകൾക്കും നഷ്ടമില്ല. മനസ്സിലായോ? സോ അതാണ് സെക്കൻഡ് ആർട്ടിക്കിൾ പറയുന്നത്. പോപ്പുലേഷന്റെ ബേസിസിലല്ല, നമ്മൾ എന്തിന്റെ ബേസിസിലാണ്? ഇലക്ട്രൽ വോട്ടിന്റെ ബേസിസിലാണ്. ഇലക്ട്രൽ അല്ലെങ്കിൽ വോട്ടേഴ്സിന്റെ എണ്ണത്തിന്റെ ബേസിസിലാണ് നമ്മൾ റീഅറേഞ്ച് ചെയ്യേണ്ടത്. അതൊരു ഇൻഡിവിജ്വൽ വ്യൂ മാത്രമാണ് കേട്ടോ, നമ്മളുടെ സ്റ്റേറ്റിന്റെ വ്യൂ അല്ല, അങ്ങനെ ആരുടെയും വ്യൂ അല്ല. സോ അത് ആ ഒരു ആർട്ടിക്കിൾ അവിടെ കണ്ടപ്പോൾ ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രം. സോ ഇതിൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. സോ നമ്മൾ പോപ്പുലേഷന്റെ ബേസിസിൽ ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുക? നമുക്ക് കൂടുതൽ ടാക്സ് ഡെവല്യൂഷൻ ചിലപ്പോൾ കുറഞ്ഞു പോവാം. മനസ്സിലായോ? ടാക്സ് ഡെവല്യൂഷൻ, അസറ്റുകൾ കുറയാം. അതായത് എം പിമാരുടെ എണ്ണം കുറവാണല്ലോ, എം പിമാരുടെ എണ്ണം 12 ആവും, 20ൽ നിന്ന് ചിലപ്പോൾ 12 ആയേക്കാം. സോ എന്ത് സംഭവിക്കും? എം പിമാർക്ക് കിട്ടേണ്ട വിഹിതങ്ങളുണ്ട്, അതായത് എം പിമാരുടെ ആസ്തി വികസന ഫണ്ട്, അങ്ങനെയുള്ള ഫണ്ടുകളുടെ റേഷ്യോ നമുക്ക് കുറഞ്ഞു പോകാം. കാരണം 12 എം പിമാരിലേക്ക് ചുരുങ്ങുമ്പോൾ 20 എം പിമാർക്ക് കിട്ടേണ്ട ആസ്തി വികസന ഫണ്ടുകളുടെ എണ്ണം കുറയാം. മനസ്സിലായോ? പിന്നെ എന്ത് സംഭവിക്കാം? ടാക്സ് ഡെവല്യൂഷൻ കൃത്യമായിട്ട് സംഭവിക്കാതെ വരാം നമ്മളുടെ റെപ്രസെന്റേഷനുകൾ. സോ ഒരു നിയമം പാസ്സാക്കണമെങ്കിൽ സദേൺ ഇന്ത്യ സ്റ്റേറ്റ്സിലുള്ള ആരും ഇല്ലെങ്കിലും നിയമം പാസ്സാകുന്ന ഒരു അവസ്ഥ വരാം പാർലമെന്റിൽ. സോ അതെല്ലാം നമ്മളുടെ ഡെമോക്രസിക്ക് ചില ത്രെഡുകളായിട്ട് മാറുന്നുണ്ട്. മനസ്സിലായോ? സോ ഇതാണ് ഈ ആർട്ടിക്കിളിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചിട്ട് ഉള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. സോ 16th ഫിനാൻസ് കമ്മീഷൻ 2024 ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. സോ അവരുടെ റെക്കമെൻഡേഷൻ 2025 എന്ത് ചെയ്യും? ഇംപ്ലൈ ചെയ്യും. ഫിനാൻഷ്യൽ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് പ്രസിഡന്റ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ഒരു കമ്മീഷനാണ്. ആർട്ടിക്കിൾ 280 പ്രകാരം പ്രസിഡന്റ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ഒരു കമ്മീഷനാണ് ഈ ഫിനാൻഷ്യൽ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫിനാൻഷ്യൽ കമ്മീഷന്റെ ലക്ഷ്യം എന്താണ്? ഫിനാൻഷ്യൽ കമ്മീഷന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഡിവല്യൂഷൻ ചെയ്യുക. അതായത് സെന്ററും സ്റ്റേറ്റും തമ്മിലുള്ള ടാക്സുകൾ, സെന്റർ ഇപ്പോ കേന്ദ്രം കേരളത്തിന് കൊടുക്കേണ്ട അല്ലെങ്കിൽ മറ്റു സ്റ്റേറ്റുകൾക്ക് കൊടുക്കേണ്ട വിഹിതം എത്രയാണെന്ന് തീരുമാനിക്കുക. മനസ്സിലായോ? ടാക്സ് ഡെവല്യൂഷന് ഒരു മാർഗനിർദ്ദേശം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഫിനാൻസ് കമ്മീഷന്റെ ലക്ഷ്യം. സോ പോപ്പുലേഷൻ ബേസിസിൽ നമ്മൾ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസീസിനെ റീഡിഫൈൻ ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ കമ്മീഷന്റെ ഒരു ടാക്സ് ഡെവല്യൂഷനും അവിടെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണ്?
ഫിനാൻഷ്യൽ കമ്മീഷനും 15th ഫിനാൻസ് കമ്മീഷൻ വന്നപ്പോൾ ടാക്സ് ഡെവല്യൂഷന്റെ കാര്യത്തിൽ ചില സ്റ്റേറ്റുകൾക്ക് എതിർപ്പുണ്ടായിരുന്നു. സോ അത് റിപ്പീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ശബ്ദം പാർലമെന്റിൽ എത്താതിരിക്കും. മനസ്സിലായോ? അത് റിപ്പീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഡീലിമിറ്റേഷൻ സംഭവിച്ചു എന്ന് പറയാം. അപ്പൊ നമുക്ക് 12 എംപിമാരുള്ളൂ. നമ്മളുടെ പ്രശ്നം ആരോട് പോയി പറയും? നമ്മൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് UP-യുടെ 91 എംപിമാരുണ്ട്. മനസ്സിലായോ? UP ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്. UP-യുടെ 91 എംപിമാരുണ്ട്. അവര് കൂട്ടത്തോട് വെച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ശബ്ദം പോലും കേൾക്കില്ല. സോ അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ മാറും. സോ ആ ഒരു കാര്യം കൂടി ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. സോ ഫിനാൻസ് കമ്മീഷൻ, ഡീലിമിറ്റേഷൻ കമ്മീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു 2025-26 കാലഘട്ടങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കുന്ന പ്രിൻസിപ്പിളുകളാണ്, അല്ലെങ്കിൽ റെക്കമെൻഡേഷനുകളാണ് ഇനി മുന്നോട്ട് വെക്കാൻ പോകുന്നത്. സോ അവര് മുന്നോട്ട് വെക്കുമ്പോൾ ഒരു കൺസെൻസസ് ഒപ്പീനിയൻ, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കൺസെൻസസ് ഒപ്പീനിയൻ ഉണ്ടാകണം എന്ന് കൂടി ഈ ആർട്ടിക്കിൾ പറഞ്ഞു വെക്കുന്നു, ഇംപ്ലിസിറ്റ്ലി പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഈ ആർട്ടിക്കിൾ സ്പെസിഫിക്. സോ ദ തേർഡ് ആർട്ടിക്കിൾ ഈസ് പെർട്ടിക്കുലർലി റിലേറ്റഡ് ടു വുമൺ ഇൻ അഗ്രികൾച്ചർ. ഈ ആർട്ടിക്കിൾ ന്യൂസിൽ വരാനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2026 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇയർ ഫോർ വുമൺ ഫാമറിന് വേണ്ടിയിട്ട് സ്പെസിഫിക്കലി യുണൈറ്റഡ് നേഷൻസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ വുമൺ ഫാമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനും അവരുടെ പ്രവർത്തനം അങ്ങനെ അക്നോളജ് ചെയ്യാനായിട്ടുള്ള ഒരു വർഷമായിട്ട് 2026 യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി തീരുമാനിച്ചിരിക്കുകയാണ്. സോ അതിന്റെ സ്പെസിഫിക്കലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ കറന്റ് റിലേറ്റഡ് ടു ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. എന്താണ് ആ പ്രോഗ്രാം? നോർവേജിയൻ എംബസിയും വേൾഡ് ഫുഡ് പ്രോഗ്രാമുമായിട്ട് WFOയുമായിട്ട്, വേൾഡ് ഫുഡ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിട്ട് ചേർന്നിട്ട് ആസാം റിലേറ്റഡ് ആയിട്ടുള്ള റീജിയനിൽ വുമൺ ഇൻ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് ചില പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. സോ അതിന്റെ മീറ്റിങ്ങുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് എൻഡ് ചെയ്തത്. അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിന്റെ ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലാണ് എൻഡ് ചെയ്തത്. സോ അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. സോ ഈ ആർട്ടിക്കിളെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മെയിൻസ് പെർസ്പെക്റ്റീവിൽ നോക്കാം. ഓക്കെ, സോ ഈ ആർട്ടിക്കിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഫുഡ് പ്രൊഡക്ഷന്റെ ഒരു ബാക്ക് ബോൺ വുമൺസ് ആണ്. സോ 80% ഓഫ് ദ ഫുഡ് പ്രൊഡക്ഷൻ, അതായത് ലോകത്തിലെ 80% ഫുഡ് പ്രൊഡക്ഷനും വുമൺ ബാക്ക് ബോൺ ചെയ്തത് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ സ്പെസിഫിക് കേസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ആക്റ്റീവ്ലി ഏണിംഗ് വുമൺസ്, അതായത് ഏൺ ചെയ്യുന്ന വുമൺസിൽ 80% പേരും എന്തിലാണ്? അഗ്രികൾച്ചറൽ റിലേറ്റഡ് ഫീൽഡിലാണ്. മനസ്സിലായോ? സോ മെയിൻസ് ആൻസർ ഒക്കെ റൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. മനസ്സിലായോ? ഇന്ത്യൻ വുമൺസിലെ 80% പേരും ആക്റ്റീവ്ലി ഏൺ ചെയ്യുന്ന, അതായത് ഏൺ ചെയ്യാതെ ലൈക്ക് ഹൗസ് ഹോൾഡ് വർക്ക് ചെയ്യുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷെ ഏൺ ചെയ്യുന്നവരിൽ 80% പേരും എവിടെയാണ്? TCSലാണോ വർക്ക് ചെയ്യുന്നത്? അല്ല. അല്ലെങ്കിൽ KPMGയിലാണോ വർക്ക് ചെയ്യുന്നത്? അല്ല. പകരം എന്തിലാണ്? അഗ്രികൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? സോ അഗ്രികൾച്ചറൽ എന്ന് പറയുന്നത് ആക്റ്റീവ്ലി ആൻഡ് പ്രൊമിനന്റ്ലി ഫെമിനൈസ്ഡ് ആണ് ഇന്ത്യ. മനസ്സിലായോ? സാധാരണ അഗ്രികൾച്ചറൽ സെക്ടർ മേജർ കൺട്രീസിൽ റിലേറ്റഡ് ടു ഒരു 50-60% വരുള്ളൂ. പക്ഷേ ഇന്ത്യയിലാണെങ്കിൽ അത് 80% എന്താണ്? ഫെമിനൈസ്ഡ് ആണ്. ഇന്ത്യയിലെ 80% വുമൺസും വർക്ക് ചെയ്യുന്നത്, ആക്റ്റീവ്ലി ഏണിംഗ് ആയിട്ടുള്ള 80% വുമൺസും വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? അഗ്രികൾച്ചറൽ സെക്ടർ ഫീൽഡിലാണ്. സോ അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എന്താണ് പ്രശ്നങ്ങൾ? ഒരുപാട് ചലഞ്ചസ് നമ്മുടെ മുന്നിലില്ലേ? ഒന്നാമത്തെ പ്രശ്നം, ലാൻഡ് ഓണർഷിപ്പ് ആരുടെ പേരിലല്ല? വുമൺസിന്റെ പേരിലല്ല. മനസ്സിലായോ? ഇന്ത്യയിലെ ലാൻഡ് ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ്? മെൻസിന്റെ കയ്യിലാണ് കൂടുതൽ. ആണുങ്ങളുടെ കയ്യിലാണ് ലാൻഡ് ഓണർഷിപ്പ് ഉള്ളത്. സോ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം മുന്നിറങ്ങിയ സർവേ ആണ്. സോ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു 8%, 8% മാത്രമേ നമ്മളുടെ ലാൻഡ് ഓണർഷിപ്പ് വുമൺസിനുള്ളൂ. 80% പേരും അഗ്രികൾച്ചറൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും 8% മാത്രമേ ലാൻഡ് ഓണർഷിപ്പ് ഉള്ളൂ. ലാൻഡ് ഓണർഷിപ്പ് അങ്ങനെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുമ്പോൾ മറ്റൊരു പ്രശ്നം കൂടി വരും. എന്താണ്? ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസി. സോ ഒരു വുമണിന്, ഒരു സ്ത്രീക്ക് കൃഷി ചെയ്യാനായിട്ട് കാർഷിക ലോൺ വേണമെന്ന് തീരുമാനിക്കുക.
സോ എന്ത് സംഭവിക്കും? അവരൊരു കൊളാട്രൽ ചോദിക്കും. കൊളാട്രൽ ചോദിക്കുമ്പോൾ ഒരു ലാൻഡ് പോലും വുമണിനില്ല. സോ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ അവിടെ നടപ്പാകാതെ വരും. എന്ത് സംഭവിക്കും? അവര് മറ്റുള്ള അൺഓതറൈസ്ഡ് ആയിട്ടുള്ള മണി ലെൻഡേഴ്സിന്റെ അടുത്ത് പോകും. മനസ്സിലായോ? സോ അവിടെ ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ നടക്കാതെ പോകും. പിന്നീട് ഉണ്ടാവുന്ന മറ്റൊരു പ്രശ്നം എന്താണ്? ടെക്നോളജിക്കൽ ഇല്ലിറ്ററസി, അല്ലെങ്കിൽ ടെക്നോളജിയെ കുറിച്ച് അറിവില്ലായ്മ. മനസ്സിലായോ? സോ ഒന്നാമത്തെ പ്രശ്നം എന്താണ്? ഒന്നാമത് ലാൻഡ് ഓണർഷിപ്പ് ആണ്. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? നമ്മളുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള ഇൻക്ലൂഷൻ കുറയും. ദെൻ എന്താണ്? ടെക്നോളജിയിലേക്കുള്ള ആക്സസ് കുറയും. സോ ഇതാണ് മേജർ ആയിട്ടുള്ള പ്രശ്നം, വിച്ച് വിൽ ലീഡ് ടു ലിമിറ്റഡ് എക്കോണമിക് ഇൻഡിപെൻഡൻസ്. മനസ്സിലായ? സ്ത്രീയെ നീ തീയാവുക അല്ലെങ്കിൽ പറക്കുക എന്നൊക്കെ നമ്മൾ പറയും, നമ്മൾ ഒരുപാട് വാക്യങ്ങൾ എഴുതുമെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അവർക്ക് അതിനുള്ള ആക്സസ് കൊടുക്കുന്നില്ല. പ്രത്യേകിച്ച് നോർത്തേൺ സ്റ്റേറ്റുകളിൽ പോലുള്ള സ്റ്റേറ്റുകളിൽ ലാൻഡ് ഓണർഷിപ്പ് എല്ലാം ഇപ്പോഴും കൈയടക്കി വെച്ചിരിക്കുന്നത് ആരാണ്? മെജോറിറ്റി മെയിൽ മെമ്പേഴ്സ് ആണ്. മനസ്സിലായോ? സോ നമ്മൾ റെവല്യൂഷണറൈസ് ആയിട്ട് ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? റേഷൻ കാർഡുകൾ ഇനി മുതൽ സ്ത്രീകളുടെ പേരിലായിരിക്കും. സോ കുറച്ച് നാളുകൾക്ക് മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു കാര്യമാണ് റേഷൻ കാർഡുകൾ സ്ത്രീകളുടെ പേരിലായിരിക്കും. അതൊരു മൊറൽ ആൻഡ് പൊളിറ്റിക്കൽ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തു. പക്ഷേ എന്നിട്ടും ലാൻഡ് ഓണർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ അങ്ങനെ ഒരു സ്പെസിഫിക് ചേഞ്ച് വന്നിട്ടില്ല. സോ ഇതാണ് നമ്മളുടെ മേജർ ആയിട്ടുള്ള ചലഞ്ചസ്. ഗവൺമെന്റ് ഇതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാറുണ്ട്? ഗവൺമെന്റ് പല പ്രൊജക്ടുകളും ചെയ്യുന്നുണ്ട് റിലേറ്റഡ് ടു. കുറച്ച് നാളെ മുമ്പ് നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടാകും ഡ്രോൺ ദീദി എന്ന് പറഞ്ഞിട്ട്. അതായത് കാർഷിക മേഖലയിൽ ഡ്രോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഷനുകൾ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട് വുമൻസിനെ ഈ ടെക്നോളജി പരിചയപ്പെടുത്തുക, അവര് ആ ഡ്രോൺ യൂസ് ചെയ്തുകൊണ്ട് ഫെർട്ടിലൈസേഷൻ നടത്തുക എന്ന് പറയുന്ന ഒരു പേരായിരുന്നു ഡ്രോൺ ദീദി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. സോ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട്. പിന്നെ എന്താണ്? മഹിളാ കിസാൻ, സ്ത്രീകളായിട്ടുള്ള കർഷകർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ചില പ്രോജക്റ്റുകൾ നടത്തിയിട്ടുണ്ട്. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷന്റെ കീഴിലുള്ള പ്രോജക്റ്റുകൾക്ക് 30% ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യുന്നത് വുമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ്. സോ അങ്ങനെയുള്ള മേജർ ആസ്പെക്റ്റുകൾ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. മനസ്സിലായോ? സോ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മളുടെ വേൾഡ് ഫുഡ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. സോ റിലേറ്റഡ് ടു നാക്ട് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഈ ആർട്ടിക്കിളിൽ ഒരു മിഡിൽ ഏരിയയിലേക്ക് വരുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ജെൻഡർ ചലഞ്ച് റിലേറ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ക്ലൈമറ്റ് ചേഞ്ച് ആദ്യം അഫക്ട് ചെയ്യുന്നത് ആരെയാണ്? സ്ത്രീകളെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ലിങ്ക്ഡിനിലൂടെ പോയി കഴിഞ്ഞപ്പോൾ ലിങ്ക്ഡിനിലൂടെ ഞാനൊരു പോസ്റ്റ് വായിച്ചതാണ്. അതായത് ചൂട് കൂടുന്നത് ഈ ജെൻഡർ ഇക്വാലിറ്റി, ജെൻഡർ ഇനീക്വാലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് കാരണമാകുന്നു എന്ന് പറഞ്ഞിട്ട് ഗംഭീരമായിട്ടുള്ള ആർട്ടിക്കിൾ ഞാൻ വായിച്ചു. ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, ചൂട് കൂടുന്നത് എങ്ങനെയാണ് ഈ ജെൻഡർ ഇനീക്വാലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണമാകുന്നത്? സോ ക്ലൈമറ്റ് ചേഞ്ച് ജെൻഡർ ഇനീക്വാലിറ്റിയെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. മനസ്സിലായോ? സോ അഗ്രികൾച്ചറിലേക്ക് വരുമ്പോൾ എന്താണ്? അഗ്രികൾച്ചറിലെ 80% ജോലികൾ ചെയ്യുന്നത് ആരാണ്? വുമൺ ആണ്, ഫെമിനൈസ്ഡ് ആണ് നമ്മളുടെ അഗ്രികൾച്ചർ. സോ ക്ലൈമറ്റ് ചേഞ്ച് ഈ ഇനീക്വാലിറ്റീസിനെ ബാധിക്കും. എങ്ങനെ ബാധിക്കും? ഇനീക്വാലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? സോ എക്സ്ട്രീം വെതർ കണ്ടീഷൻ, റെയിൻഫാളിൽ ഉണ്ടാകുന്ന ഡിഫറൻസ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്നത്, ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള റെയിൻഫാളുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ജെൻഡർ ഇനീക്വാലിറ്റിയെ ബാധിക്കുന്നുണ്ട്. സോ ഇനി നമുക്ക് ഇനാക്ട് എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നടക്കാം. സോ ഇനാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഫുഡ് ഓർഗനൈസേഷനും ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് അസാമിൽ നടപ്പാക്കിയ ഒരു പ്രോഗ്രാമാണ് എനാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഹാൻസിങ് അഗ്രികൾച്ചറൽ അഡാപ്റ്റേഷൻ എന്നുള്ളതാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. സോ എനാക്ടിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം എൻഹാൻസിങ് അഗ്രികൾച്ചറൽ അഡാപ്റ്റേഷൻ. ഓക്കെ. സോ എൻഹാൻസ് എന്താണ് ചെയ്യാൻ തുടങ്ങിയത്? എൻഹാൻസ് അസാം ഏരിയയിലുള്ള ഡ്രോട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസ് അല്ലെങ്കിൽ ഫ്ലഡ് സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസിൽ എന്ത് ചെയ്തു? അവര് സ്പെസിഫൈഡ് സീഡുകൾ, അതായത് ഡ്രോട്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള സീഡുകൾ അല്ലെങ്കിൽ ഫ്ലഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള സീഡുകൾ അവർക്ക് കൊടുക്കാൻ സാധിച്ചു. എന്നിട്ട് പറഞ്ഞു വുമൺ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ ഇതെല്ലാം കൾട്ടിവേറ്റ് ചെയ്യൂ. അതായത്
ഇപ്പോൾ ഒരു ഫ്ലഡ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയയിലാണെങ്കിൽ ഫ്ലഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള സീഡുകൾ കൊടുത്തു. അത് കൾട്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ അവരുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിച്ചു. ദെൻ എന്ത് ചെയ്തു? വീക്കിലി അവർ ഫോറങ്ങൾ ക്രിയേറ്റ് ചെയ്തു. അതായത് വുമൺ എംപവർമെന്റിന് വേണ്ടിയിട്ട്, അതായത് അഗ്രികൾച്ചറൽ അവയർനെസ് ത്രൂ വുമൺ എംപവർമെന്റ് പ്രോഗ്രാമുകൾ അവർ സംഘടിപ്പിച്ചു. എന്ത് സംഘടിപ്പിച്ചു? വീക്കിലി അഡ്വൈസറീസ്, അതായത് 300 വുമൺസിന് വേണ്ടിയിട്ട് വെതർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അഗ്രികൾച്ചറൽ ഇൻഫോർമേഷൻസും മൊബൈൽ ഫോണിലൂടെ അവർ പ്രൊവൈഡ് ചെയ്തു. മനസ്സിലായോ? വീക്കിലി അവർക്ക് ഇൻഫോർമേഷനുകൾ നൽകും. ഇന്ന ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അടുത്ത ആഴ്ച ഇന്ന ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള അവയർനെസ് അവർ ഈ ഫോൺ ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ 2 കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. ഒന്ന്, അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. 2, ടെക്നോളജിക്കൽ ഇൻക്ലൂഷൻ അവിടെ സംഭവിച്ചു. മനസ്സിലായോ? സോ പിന്നീട് മറ്റൊരു കാര്യം കൂടി ചെയ്തു. ക്ലൈമറ്റ് ചേഞ്ചിനെ താക്കീത് ചെയ്യാനായിട്ട്, അതായത് ക്ലൈമറ്റ് ചേഞ്ചിനെ താക്കീത് ചെയ്യാനായിട്ട് ഡ്രോട്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിച്ചു. അവയർനെസ്സുകൾ കൊടുക്കാനായിട്ട് സാധിച്ചു. മനസ്സിലായോ? ദെൻ കമ്മ്യൂണിറ്റി നോളേജ് എക്സ്ചേഞ്ച് ചെയ്തു. അതായത് നമ്മൾ ലോക്കൽ വെറൈറ്റീസുകൾ ഉണ്ടാവാം, ആരും കണ്ടുപിടിക്കാതെ പോകുന്ന ചില ലോക്കൽ വെറൈറ്റീസ് ഓഫ് സീഡുകൾ ഉണ്ടാവാം. മനസ്സിലായോ? സോ അങ്ങനെയുള്ള സീഡുകളെല്ലാം കളക്ട് ചെയ്തിട്ട് അതിന്റെ പ്രത്യേകതകൾ ഈ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചു. സോ ഇനാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഗ്രികൾച്ചറൽ പ്രോഗ്രാം ആണ്. ഏത് ഗവൺമെന്റ് ആണ്? ആസാം ഗവൺമെന്റുമായിട്ട് ചേർന്നിട്ട് വേൾഡ് ഫുഡ് ഓർഗനൈസേഷൻ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അത് സ്പെസിഫിക് ടു വുമൺ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ ഈ അടുത്തായിട്ട് ചെയ്യാൻ തുടങ്ങി. മനസ്സിലായോ? എൻഹാൻസിങ് ദ ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ. ഓക്കെ, ഇതാണ് ഈ പ്രൊജക്റ്റിന്റെ ഡീറ്റെയിൽസ്. സോ ഇതുവഴി ലൈക്ക് ഇതിന് കൊളാബറേഷൻ, ഒരു ഡിഫറെന്റ് കൊളാബറേഷനുകൾ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചു. സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്, മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസ്, റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, ഇങ്ങനെയുള്ള മിഷൻസിനെ എല്ലാം അക്കംപ്ലിഷ് അല്ലെങ്കിൽ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട്, കോർപ്പറേറ്റീവ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഇനാക്ട് എന്ന് പറയുന്ന മിഷൻ വേൾഡ് ഫുഡ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. സോ ഇതാണ് നമ്മളുടെ ഈ 3rd ആർട്ടിക്കിൾ റിലേറ്റഡ് ആയിട്ട് പറയുന്നത്. സോ ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. സോ റിലേറ്റഡ് ടു ഫെമിനൈസേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ. ഈ മൈഗ്രേഷനുകൾ ഇന്ത്യയിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു വീട്ടിലെ പുരുഷന്മാര് ജോലി, ഇപ്പോൾ നമ്മളുടെ നോർത്ത് ഇന്ത്യയിലേക്ക് ഒരു വീട്ടിലെ പുരുഷന്മാര് ജോലി തേടി അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുക. എക്സാമ്പിൾ ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും ഒരുപാട് പേര് കേരളത്തിലേക്ക് വരുന്നു ജോലി തേടി. സോ അവിടെയുള്ള സ്ഥലങ്ങളും പാടങ്ങളും നോക്കി നടത്തേണ്ട ഉത്തരവാദിത്വം ആരിലേക്ക് പോവുകയാണ്? വുമൺസിലേക്ക് പോവുകയാണ്. മനസ്സിലായോ? സോ മൈഗ്രേഷൻ, മെയിൽ മൈഗ്രേഷൻ ഇൻക്രീസ് ചെയ്യുകയും അഗ്രികൾച്ചറിൽ വുമൺസിന്റെ ഇമ്പാക്ട് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. സോ കുറച്ച് നാളായിട്ട്, അതായത് 2000-ന് ശേഷമുള്ള ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുമണൈസേഷൻ അല്ലെങ്കിൽ ഫെമിനൈസേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ ഒരു ഫീച്ചർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ചലഞ്ചുകളെല്ലാം എന്തൊക്കെ ചലഞ്ചുകളാണ് നമ്മൾ ആദ്യം പറഞ്ഞത്? ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ടൈറ്റിൽ അല്ലെങ്കിൽ ലാൻഡ് ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്യണം, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് നടത്തണം, ദെൻ അവയർനെസ് ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടത്തിയാൽ മാത്രമേ നമ്മളുടെ ഫെമിനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ജെൻഡർ ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രൽ ആയിട്ട് പോവുകയുള്ളൂ. മനസ്സിലായോ? ഫെമിനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മൾ ഈ പറഞ്ഞ ചാലഞ്ചസുകളെ എല്ലാം അഡ്രസ്സ് ചെയ്യണം. മനസ്സിലായോ? സോ ഇതിൽ നമ്മൾ വിട്ടുകളയാത്തൊരു ഫാക്ടർ എന്തൊക്കെയുണ്ട്? അത് ക്ലൈമറ്റ് ചേഞ്ച് കൂടിയാണ്. സോ നമ്മൾ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് കൂടി നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ പോളിസീസ് ബിൽഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതാണ് ഈ ആർട്ടിക്കിൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു മെയിൻസ് പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് ചലഞ്ചസ്, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും, എന്താണ് കറന്റ് നമ്മളുടെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പെർട്ടിക്കുലർലി റിലേറ്റഡ് ടു ഇനാക്ട് എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് കൂടി നമ്മൾ നോക്കി. സോ ഇതാണ് 3rd ആർട്ടിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. Then moving to the 4th article, it is related to Axiom 4. So ഇന്ത്യയിൽ നിന്നുള്ള ഒരാള് ശുഭാൻഷു ശുക്ല എന്ന് പറയുന്ന ഒരു ആസ്ട്രോനോട്ട് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ ആക്സിയം മിഷനിലൂടെ. ആക്സിയം മിഷൻ എന്താണ്, അത് എങ്ങനെയാണ് ഇന്ത്യയെ ഇമ്പാക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
നാളത്തെ പത്രത്തിൽ ഇമ്പോർട്ടന്റ് ആവുന്ന ഒരു ആർട്ടിക്കിൾ ആയിരിക്കുള്ളൂ ഈ ആക്സിയം മിഷനെ കുറിച്ച്. സോ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഞാൻ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ചൂസ് ചെയ്തു. സോ ആക്സിയം മിഷൻ എന്താണ്? ആക്സിയം മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇതൊരു പ്രൈവറ്റ് എൻറ്റിറ്റി നടത്തുന്ന ഒരു മിഷനാണ്, പ്രൈവറ്റ് കോർപ്പറേഷൻ നടത്തുന്ന ഒരു മിഷനാണ് ആക്സിയം മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റൺ ബൈ ആക്സിയം സ്പേസ് യൂസിങ് സ്പേസ് എക്സ്. ആക്സിയം എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ആക്സിയം മിഷൻസ് നടത്തുന്നത്. അവര് അതിന് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തിക്കാനായിട്ടുള്ള വാഹനം ആരാണ്? സ്പേസ് എക്സ് ആണ് കൊടുക്കുന്നത്. മനസ്സിലായോ? നമ്മളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പേസ് എക്സ് ആരാണ് നമ്മളുടെ ഇത് കൊടുക്കുന്നത്? ടിറ്ററിന്റെ സിഇഒ ആയിട്ടുള്ള ആളാണ്, ഞാൻ പേര് മറന്നുപോയി, പെട്ടെന്ന് ഓർത്ത് കഴിഞ്ഞാൽ പേര് കിട്ടത്തില്ല. സോ സ്പേസ് എക്സ് മിഷന്റെ കീഴിലാണ് ഈ ഇതിന്റെ ക്രൂവിനെ അവിടെ എത്തിക്കുന്ന വിമാനം, അല്ലെങ്കിൽ ക്രൂവിനെ അവിടെ എത്തിക്കുന്ന മിഷനുള്ള ഇത്, അതായത് വാഹിനികൾ കൊടുക്കുന്നത് സ്പേസ് എക്സ് മിഷനാണ്. സോ ഇതൊരു പ്രൈവറ്റ് മിഷനാണ്. എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ് ആകുന്നത്? ഇത് ഇമ്പോർട്ടന്റ് ആകുന്നത് ഇന്ത്യൻ വംശജനായിട്ടുള്ള ഇന്ത്യക്കാരനായിട്ടുള്ള ശുഭാൻഷു ശുക്ല അതിൽ പോകുന്നത് കൊണ്ടാണ്. എന്തിനു വേണ്ടിയാണ് ഇവർ പോകുന്നത്? ഇവര് റിലേറ്റഡ് ടു സ്പേസ് എക്സ്പ്ലോർ ചെയ്യുക, അതായത് ടൂറിസം പ്രൊമോട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ സാധാരണക്കാർക്കും ഈ സ്പേസിലേക്ക് എത്തിപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ സ്പേസ് ടൂറിസം ഇനിയുള്ള കാലങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. സ്പേസ് റിസർച്ച് കുറച്ചും കൂടി ഇക്വിറ്റബിൾ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമൊക്കെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് ആണ് ഇവർ മെയിൻലി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. സോ ഇന്ത്യയിൽ നിന്ന് ഈ അടുത്തായിട്ട് പോകുന്ന ഒരു ഇന്ത്യക്കാരനാണ് ശുഭാൻഷു ശുക്ല. മനസ്സിലാക്കുക. സ്പേസ് ആക്സിയം ഫോർ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് എൻറ്റിറ്റി നടത്തുന്ന ഒരു ഫേമാണ്. സോ ഇന്ത്യൻ രാജ്യത്തിന് ഒരു പെർട്ടിക്കുലർലി ഇൻട്രസ്റ്റ് അതിൽ ഉണ്ടാവേണ്ട കാര്യമില്ല. മനസ്സിലായോ? പക്ഷെ ഇത് ഒരു സോഫ്റ്റ് ഇമ്പാക്ട് ഇന്ത്യയിലേക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? റിലേറ്റഡ് ടു ഒരു കോർപ്പറേഷൻ, അതായത് ISRO റിലേറ്റഡ് ആയിട്ടും പ്രൈവറ്റ് എൻറ്റിറ്റീസുമായിട്ട് ഒരു കോർപ്പറേഷൻ, ഒരു ഇന്റർനാഷണൽ കൊളാബറേഷൻ ഇതുവഴി ഭാവിയിൽ സാധ്യമാക്കാനായിട്ട് സാധ്യതയുണ്ട്. സോ സ്പേസ് റിസർച്ചിന് പുതിയ മാനങ്ങൾ തുറക്കുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച്, അല്ലെങ്കിൽ സ്പേസ് ടൂറിസത്തിനുള്ള പുതിയ സാധ്യതകൾ നമ്മുടെ മുന്നിലേക്ക് തുറക്കുകയാണ്. സോ സ്പേസിലേക്ക് പോകാനായിട്ട് ഒരുപാട് മിഷനുകൾ മുന്നിൽ ശ്രമിച്ചിട്ടുണ്ട്. സോ അങ്ങനെയുള്ള പ്രൊജക്റ്റുകൾക്കും അങ്ങനെയുള്ള മിഷനുകൾക്കും ഒരുപാട് ഉത്തേജനം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. മനസ്സിലായോ? സോ സ്പേസ് ടൂറിസം എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിലേക്ക്, അല്ലെങ്കിൽ സ്പേസ് ടൂറിസം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ കൊളാബറേഷൻ ആൻഡ് സ്പേസ് ടൂറിസം ആണ് മറ്റൊരു ഇമ്പാക്ട് എന്ന് പറയുന്നത്. സോ ഇന്ത്യ ലോകത്ത് സ്പേസിൽ നമ്മളുടെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെ യൂസ് ചെയ്തുകൊണ്ടാണ്? ISRO യൂസ് ചെയ്തുകൊണ്ടിട്ട് നമ്മളുടെ ഡിഫറെന്റ് പ്രൊജക്ടുകൾ, ഗഗൻയാൻ വരുന്നുണ്ട്, മംഗൾയാൻ ഉണ്ടായിരുന്നു നമുക്ക് മുൻപ്, ഡിഫറെന്റ് പ്രൊജക്ടുകൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. എക്സ്പോസാറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഡിഫറെന്റ് പ്രൊജക്ടുകൾ നമ്മൾ ഈ അടുത്ത് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇന്റർനാഷണൽ കോർപ്പറേഷൻസുകൾ കൂടുതൽ കിട്ടാനായിട്ട്, നമ്മളുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇത് നമ്മൾ ഹെൽപ്പ് ചെയ്യും. മനസ്സിലായോ? സോ ആക്സിയമിന്റെ 4th പ്രൊജക്റ്റ് ആണ് ഈ ആക്സിയം 4. മനസ്സിലായോ? ഇതിനു മുൻപ് ആക്സിയം 1, 2, 3 എന്ന് പറയുന്ന 3 പ്രൊജക്റ്റുകൾ ഉണ്ടായിരുന്നു. ആക്സിയം 4ൽ എത്ര പേര് പോകുന്നുണ്ട്? 4 പേര് പോകുന്നുണ്ട്. ഇന്ത്യൻ വംശജനായിട്ടുള്ള ഒരാൾ പോകുന്നുണ്ട്, പോളണ്ടിൽ നിന്ന് ഒരാൾ പോകുന്നുണ്ട്, ഹംഗറിയിൽ നിന്ന് ഒരാൾ പോകുന്നുണ്ട്. അങ്ങനെ 4 പേര് ഇന്ന് പോകുന്നുണ്ട്. സോ നാളത്തെ ന്യൂസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ആർട്ടിക്കിൾ ആയിരിക്കും ഇത്. ഓക്കെ, സോ നമുക്ക് നാളത്തെ ന്യൂസുകൾ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ചിട്ടുള്ള ന്യൂസുകളും എഡിറ്റോറിയലും വിഷൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ 5th ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ബയോമാഗ്നിഫിക്കേഷൻ ആൻഡ് ബയോ അക്യുമുലേഷൻ. ബയോമാഗ്നിഫിക്കേഷൻ ആൻഡ് അക്യുമുലേഷൻ അല്ല നമ്മളുടെ ഇവിടുത്തെ ന്യൂസ് എന്ന് പറയുന്നത്. ന്യൂസ് ഇന്ത്യൻ തീരത്തോട് ചേർന്നിട്ട്, പെർട്ടിക്കുലർലി കേരള തീരത്തിലെ കൊച്ചി തീരത്തോട് ചേർന്നിട്ട് 2 കപ്പലുകൾ ഈ അടുത്ത് അപകടത്തിൽപ്പെട്ടു. ഒന്ന്, കപ്പൽ പൂർണ്ണമായിട്ടും മറിയുകയും അതിലെ എല്ലാ കണ്ടെയ്നറുകളും വെള്ളത്തിൽ വീഴുകയും അതിലുണ്ടായിരുന്ന പദാർത്ഥങ്ങളെല്ലാം കടലിൽ ലയിക്കുകയും ചേർന്നു. മനസ്സിലായോ? മൈക്രോ പ്ലാസ്റ്റിക്കുകൾ അടക്കമുള്ള കാര്യങ്ങൾ കേരള തീരത്തടിഞ്ഞ വാർത്തകൾ നമ്മൾ ന്യൂസിൽ വായിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്നലെ മറ്റൊരു കപ്പലിന് കൂടി കേരള തീരത്ത് വെച്ചിട്ട് തീ പിടിക്കുകയുണ്ടായി. സോ ഇതിന്റെ സ്പെസിഫിക്കില് ഇതുണ്ടാക്കുന്ന 2 എക്കോളജിക്കൽ ഇമ്പാക്റ്റുകളെ കുറിച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു പോവുകയാണ്. സോ എക്കോളജിയിലെ 2
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേരുകളാണ്. ഒന്ന് ബയോ മാഗ്നിഫിക്കേഷനും ബയോ അക്യുമുലേഷനും. ബയോ മാഗ്നിഫിക്കേഷനും ബയോ അക്യുമുലേഷനും എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ഒരു ജീവി ഒരു ടോക്സിക് സബ്സ്റ്റൻസ് കഴിച്ചു. ഫോർ എക്സാമ്പിൾ, ഒരു തവള ഒരു ടോക്സിക് സബ്സ്റ്റൻസ് കഴിച്ചു, അതായത് ഒരു കെമിക്കൽ അടങ്ങിയ ഒരു ഫുഡ് കഴിച്ചു എന്ന് വിചാരിക്കുക. അത് ആ ജീവിയുടെ ഉള്ളിലേക്ക് ആ കെമിക്കൽ എത്തി, മനസ്സിലായോ? ഇനി ഫുഡ് ചെയിനിലെ മറ്റ് ജീവികളിലേക്കും ഈ ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യും, മനസ്സിലായോ? സോ തവളയെ കഴിക്കുന്ന പാമ്പിനും അതിന്റെ ടോക്സിസിറ്റി ഉള്ളിലേക്ക് വരും. പാമ്പിനെ കഴിക്കുന്ന വൾച്ചറിനും, അല്ലെങ്കിൽ ഒരു ഈഗിള് പാമ്പിനെ കഴിക്കുകയാണെങ്കിൽ അതിലേക്കും ടോക്സിസിറ്റി പോകും. സോ ഒരു ടോക്സിക് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ടോക്സിക് സബ്സ്റ്റൻസസ് അക്രോസ് ഫുഡ് ചെയിൻ എത്തുന്ന പ്രോസസ്സിനെയാണ് ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഒരു പ്രൈമറി പ്രൊഡ്യൂസറിൽ തുടങ്ങി ഇൻടോക്സിക്കേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സെക്കൻഡറി പ്രൊഡ്യൂസർ കൺസ്യൂമറിലേക്ക് പോകും, ദെൻ ടേഴ്ഷ്യറി കൺസ്യൂമറിലേക്ക് പോകും, ദെൻ അപ്പെക്സ് പ്രിഡേറ്ററിലേക്ക് പോകും. ഈ ഒരു ടോക്സിസിറ്റിയെ മൂവ് ചെയ്യുന്നതിന്റെ പേരാണ് എന്ത്? ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലായോ? സോ ഇത് റിലേറ്റഡ് തന്നെയാണ് അടുത്ത ടേം. എന്താണ് അടുത്ത ടേം? ബയോ അക്യുമുലേഷൻ. സോ ബയോ അക്യുമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ജീവിയിൽ തന്നെ ഈ ടോക്സിസിറ്റി ഇൻക്രീസ് ചെയ്യും. അതായത് ഇപ്പോ തവള എന്ന് പറയുന്ന ഒരു ജീവി, അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്ന ഒരു ഫിഷ്. ഫിഷ് കുറെ നാളായിട്ട് കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് അതിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് അതിന്റെ ബോഡിയിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ അത് പിന്നീട് അതിന്റെ ബോഡിയിൽ അടിഞ്ഞുകൂടി എന്ത് സംഭവിക്കും? അത് കൂടുതൽ ടോക്സിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. സോ അതിനെയാണ് ബയോ അക്യുമുലേഷൻ എന്ന് പറയുന്നത്. ഒരു ജീവിയുടെ ഉള്ളിൽ തന്നെ ഈ ടോക്സിക് സബ്സ്റ്റൻസ് അടിഞ്ഞുകൂടുന്നതിനെയാണ് ബയോ അക്യുമുലേഷൻ എന്ന് പറയുന്നത്. മറ്റുള്ള ഫുഡ് ചെയിനിലെ മറ്റുള്ള പ്രൊഡേറ്ററുകളിലേക്ക് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിലേക്ക് ഇത് പോകുന്നതിനെയാണ് ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. മാഗ്നിഫൈ ചെയ്ത് മറ്റുള്ള ഫുഡ് ചെയിനിലെ മറ്റുള്ള കൺസ്യൂമേഴ്സിലേക്ക് ഇത് പോകുന്നതിനെയാണ് ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഓയിസ്റ്റർ, അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ നാട്ടില് മുത്തുച്ചിപ്പി എന്ന് പറയും. ഈ ഓയിസ്റ്റർ ഒരു ഫിൽട്ടർ ഫീഡർ ആണ്. അതായത് സമുദ്രത്തിലെ വേസ്റ്റുകളെ ഫീഡ് ചെയ്തുകൊണ്ടാണ് ഓയിസ്റ്റർ ഭക്ഷണമാക്കുന്നത്. സോ സമുദ്രത്തില് ഒരു ഇൻടോക്സിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് കലങ്ങി എന്ന് വിചാരിക്കുക, മനസ്സിലായോ? സമൂഹത്തിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് കലങ്ങി കഴിഞ്ഞാൽ ഇത് ഉള്ളിലേക്ക് എടുക്കും. ഈ ഓയിസ്റ്റർ ഇതിനെ ഉള്ളിലേക്ക് എടുത്തിട്ട് അതിനെ എന്ത് സംഭവിക്കും? അതിനെ മുത്തായിട്ട് മാറ്റും, മനസ്സിലായോ? അതാണ് ഈ ഫിൽറ്റർ ഓയിസ്റ്ററിന്റെ ഉള്ളിലെ രത്നമായിട്ട് മാറുന്നത്, മനസ്സിലായോ? സോ അത് ഒരു ബയോ അക്യുമുലേഷന്റെ എക്സാമ്പിൾ ആണ്, മനസ്സിലായോ? പിന്നീട് ബയോ മാഗ്നിഫിക്കേഷന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് 2012-13 കാലം, 2000ത്തിന്റെ തുടക്കത്തിൽ തന്നെ ജപ്പാൻ തീരത്തെ മീനുകളില് എന്ത് സംഭവിച്ചു? മീനുകളില് മെർക്കുറിയുടെ അളവുണ്ടെന്ന് കണ്ടെത്തി. മെർക്കുറി എങ്ങനെയാണ് വരുന്നത്? അതായത് അവിടുത്തെ ഈ ചില ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിലെ ചില പ്രശ്നങ്ങൾ കാരണം ഈ കടൽ തീരത്ത്, അതായത് കടൽ വെള്ളം ശുദ്ധീകരിച്ചിട്ട് കടൽ വെള്ളം എടുത്തിട്ടാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് യാതൊരു കാരണവും യാതൊരു ലിമിറ്റേഷനും റെസ്ട്രിക്ഷനും കൂടാതെ വീണ്ടും കടലിലേക്ക് പുറന്തള്ളി. സോ ഇതില് മെർക്കുറി ഉണ്ടായിരുന്നു, മനസ്സിലായോ? ഈ മെർക്കുറിയുടെ അളവ് എന്തിൽ വന്നു? മീനുകളുടെ ശരീരത്തിൽ അവിടുത്തെ ശാസ്ത്രജ്ഞന്മാര് കണ്ടെത്തി. സോ ജപ്പാൻ നമുക്കറിയാം ഒരു കോസ്റ്റൽ കൺട്രിയാണ്. സോ അവിടുത്തെ മേജർ ഫുഡ് എന്താണ്? ഫിഷ് ആണ്. സോ പിന്നീട് നടത്തിയ ടെസ്റ്റുകളിൽ എന്ത് സംഭവിച്ചു? മനുഷ്യരുടെ ഉള്ളിലും ഈ മെർക്കുറിയുടെ അളവ് കണ്ടെത്താൻ തുടങ്ങി. മനുഷ്യരുടെ ഉള്ളിൽ മാത്രമല്ല, മീനിനെ കഴിച്ചു ജീവിക്കുന്ന മറ്റു ജീവികൾ, അതായത് ആ മീനുകളുടെ അപ്പെക്സ് പ്രെഡേറ്ററുകളിലും എന്ത് സംഭവിച്ചു? മെർക്കുറിയുടെ അളവ് കൂടുതലായി കാണാൻ തുടങ്ങി. സോ മെർക്കുറി എന്ന് പറഞ്ഞാൽ ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്, മനസ്സിലായോ? സോ ഇത് ഒരു ബയോ അക്യുമുലേഷന്, ബയോ മാഗ്നിഫിക്കേഷന് എക്സാമ്പിൾ ആണ്, മനസ്സിലായോ? സോ മീനിന്റെ ഉള്ളിൽ തന്നെ വരുന്നതിനെ എന്താ പറയുന്നത്? ബയോ അക്യുമുലേഷൻ. അത് മറ്റുള്ള ഫുഡ് ചെയിനിലെ മറ്റുള്ള കൺസ്യൂമേഴ്സിന് പകർന്നു നൽകുമ്പോൾ എന്ത് സംഭവിക്കും? ബയോ മാഗ്നിഫിക്കേഷൻ ആയിട്ട് മാറും, മനസ്സിലായോ? സോ ഇനി നമുക്ക് ഈ ന്യൂസിലേക്ക് വരാം. പെർട്ടിക്കുലർലി റിലേറ്റഡ് ടു കേരള തീരത്ത് 2 വെസലുകൾ അപകടത്തിൽപ്പെടുന്നു.
സോ അതിലുണ്ടാകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ടോക്സിക് ആയിട്ടുള്ള എലമെന്റുകൾ കടൽ തീരത്ത് എന്ത് പറ്റും, ലയിക്കാനായിട്ട് തുടങ്ങും. അത് ക്രമേണ മീനുകൾ ഭക്ഷണമാക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ മീനുകളുടെ ഉള്ളിലേക്ക് ചെല്ലുവാനും അത് ഒരു ബയോ അക്യുമുലേഷനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സോ അത് ഒരു ലോങ് ടൈമിൽ എന്ത് സംഭവിക്കാം, ലോങ് ടൈമിൽ അത് മനുഷ്യരിലേക്ക് എത്താനായിട്ടുള്ള സാധ്യതകളുണ്ട്. മീൻ കഴിക്കുന്ന ഭക്ഷണം ഉപയോഗിക്കുന്ന മനുഷ്യരിലേക്കും എത്താനായിട്ടുള്ള ഒരു സാധ്യതകളുണ്ട്. മനസ്സിലായോ? സോ ഇങ്ങനെയുള്ള അപകടങ്ങൾ നടക്കുമ്പോൾ എന്ത് വേണം നമുക്ക്, ഇത് മനുഷ്യരിലേക്ക് എത്താമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. പകരം ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകും ലോകത്ത്. മിക്ക രാജ്യങ്ങളിലും ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ബ്രസീൽ തീരത്തോട് ചേർന്ന അപകടം ഉണ്ടായിട്ടുണ്ട്. ബ്രസീലില് എൻവിറോൺമെന്റൽ എമർജൻസി പ്രഖ്യാപിച്ചു. മനസ്സിലായോ? പാരിസ്ഥിതിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കടൽ തീരത്ത് എണ്ണ ഉൾപ്പെടെയുള്ള കാര്യങ്ങള്, ക്രൂഡ് ഓയിൽ അടക്കമുള്ള കാര്യങ്ങള് സ്പ്രെഡ് ചെയ്തു. സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ബയോ മാഗ്നിഫിക്കേഷനുള്ള സാധ്യതയുണ്ട്, ബയോ അക്യുമുലേഷനുള്ള സാധ്യതയുണ്ട്. സോ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് വേണം. മനസ്സിലായോ? ഇത് കൂടുതൽ കടലിലേക്ക് വീഴാതെ അല്ലെങ്കിൽ കൂടുതൽ കടലിലേക്ക് സ്പ്രെഡ് ആവാണ്ട് ഇത് ഡിസ്പോസ് ചെയ്യുവാനായിട്ടുള്ള ചില മുൻകരുതലുകൾ നമ്മളുടെ എൻവിറോൺമെന്റ് ഭാഗത്തേക്ക് സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് പേജ് കഴിഞ്ഞിട്ട് ഒരു 6th പേജിലേക്കും 7th പേജിലേക്കും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു വാർത്ത കേരള സ്പെസിഫിക് ആയിട്ടുണ്ട്. എന്താണ്? കേരള തീരത്തെ ആദ്യത്തെ അവിടെ മുങ്ങിയ കപ്പലുണ്ടല്ലോ, കപ്പലുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു കേസിന് പോകുന്നില്ല, പകരം ക്ലെയിം നമ്മൾ അഷ്യൂർ ചെയ്തോളാം, അല്ലെങ്കിൽ ക്ലെയിമിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയുണ്ട്. സോ ക്ലെയിമിന് പോയി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? അതായത് ഇങ്ങനെ ഒരു കടല് മുങ്ങും, കപ്പല് ചിലപ്പോൾ മുങ്ങാതിരിക്കാം, അത് അതിന്റെ സാഹചര്യം. മനസ്സിലായോ? അത് നമുക്കൊന്നും ചെയ്യാനായിട്ടില്ല. പകരം എന്താണ്, ഇതിന്റെ ലൈബിലിറ്റി ആര് ഏറ്റെടുക്കും? മനസ്സിലായോ? ഇതിന്റെ ലൈബിലിറ്റി കപ്പൽ കമ്പനിക്കാർ ഏറ്റെടുക്കുമോ അതോ സ്റ്റേറ്റ് ഏറ്റെടുക്കുമോ എന്നുള്ളൊരു പ്രശ്നം അവിടെയുണ്ട്. അത് വരും ദിവസങ്ങളിൽ ചർച്ചയാകും. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഞാൻ പ്രിലിംസ് പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ബയോ മാഗ്നിഫിക്കേഷൻ, ബയോ അക്യുമുലേഷൻ. മനസ്സിലായോ? സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ ഏരിയയിലേക്ക് കണ്ടാമിനേറ്റ് ചെയ്യാണ്ട്, കൂടുതൽ ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്യാണ്ട് ലിമിറ്റഡ് ഏരിയയിലേക്ക് നമ്മൾ അതിനെ ചുരുക്കിയാൽ മാത്രമേ നമ്മളുടെ എക്കോളജിക്കും എൻവിറോൺമെന്റിനും വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാതെ നമുക്ക് അത് കുറച്ചു കൊണ്ടുവരാൻ, ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാതെ അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.